പൂർണ്ണമായോ അല്ലെങ്കിൽ ഭൂരിഭാഗവും ഒറ്റ മുറിക്കുള്ളിൽ ചിത്രീകരിച്ച സിനിമകളുടെ ലിസ്റ്റാണിത്. സാധാരണ ഹൊറർ സിനിമകൾ ഒരു വീടിനെ മുഴുവൻ ചുറ്റിപ്പറ്റിയാവുന്നതുകൊണ്ട് കോഞ്ചറിങ്, ഡോൺ ബ്രീത്ത് പോലുള്ള ഹൊറർ സിനിമകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോയുടെ അവസാനം ചെറിയ കാരണങ്ങൾ കൊണ്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത 5 ബോണസ് സിനിമകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10ാം സ്ഥാനത്തുള്ള സിനിമയാണ് എൻ്റർ നോവർ. 2011 ഇറങ്ങിയ ഈ ചിത്രം ഭൂരിഭാഗവും കാട്ടിലെ ഒരു ക്യാബിനിലാണ് നടക്കുന്നത്. പല സാഹചര്യങ്ങൾ കൊണ്ട് ആ ക്യാബിനിലെത്തുന്ന 3 അപരിചിതർ ആ ക്യാബിനിൽ നിന്ന് എത്ര ദൂരെ പോയാലും വീണ്ടും ആ ക്യാബിനിലേക്ക് തന്നെ എത്തുന്നു. അവർ അവിടെ എത്തിപ്പെട്ടത് കോയിൻസിഡൻസ് അല്ലെന്ന് വൈകാതെ മനസ്സിലാകുന്നു. അതിനുശേഷം ചുരുളായിരുന്ന മിസ്റ്ററിയാണ് കഥ. ത്രില്ലേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സാണിത്. നല്ല ചില ടെസ്റ്റുകളും ഇതിലുണ്ട്. 9ാമത്തെ സിനിമയാണ് എക്സാം. 2009 ഇറങ്ങിയ ചിത്രത്തിൻ്റെ കഥ തന്നെയാണ് എന്നെ കാണാൻ പ്രേരിപ്പിച്ച ഘടകം. ഒരു കമ്പനിയിലെ ടോപ്പ് ലെവൽ ജോലിക്ക് വേണ്ടി ആദ്യ റൗണ്ടുകൾ വിജയിച്ച 8 പേർ അവസാന റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി ഒരു എക്സാം റൂമിലെത്തുന്നു. എല്ലാവർക്കും ഓരോ പേപ്പറും പെൻസിലും നൽകി 3 വിചിത്രമായ കണ്ടീഷൻസും. ഇൻവിജിലേറ്ററിനോടോ സെക്യൂരിറ്റിയോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഡിസ്ക്വാളിഫൈ ആകും. റൂം വിട്ട് പുറത്തു പോകാൻ ശ്രമിച്ചാൽ ഡിസ്ക്വാളിഫൈ ആകും. പേപ്പർ മനഃപൂർവ്വമോ അല്ലാതെയോ കേടുവരുത്തിയാൽ ഡിസ്ക്വാളിഫൈ ആകും. എന്നാൽ ആ പേപ്പർ മറിച്ചു നോക്കിയപ്പോൾ അത് ബ്ലാങ്ക് ആയിരുന്നു. ചോദ്യമില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന ആ 8 പേർ എങ്ങനെ ആ എക്സാം ക്രാക്ക് ചെയ്യും? ആര് ജോലി നേടും? അതല്ല, ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഈ എക്സാമിലുണ്ടോ? ഈ ഉത്തരങ്ങളാണ് സിനിമയിൽ നമ്മളും അവരും തേടുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഫാസ്റ്റ് പേസ് ത്രില്ലേഴ്സ് ഇഷ്ടമുള്ളവർക്ക് കണ്ടാൽ നഷ്ടമാവില്ല. 8ാം സ്ഥാനത്തുള്ളത് 10 ക്ലോവർഫീൽഡ് ലെയ്ൻ. 2016 ഇറങ്ങിയ ഈ ചിത്രത്തിൻ്റെ കഥ ഭൂരിഭാഗം ഒരു ബങ്കറിലാണ് നടക്കുന്നത്. ഒരു ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെട്ട ഒരു യുവതി 2 പുരുഷന്മാർ മാത്രമുള്ള ഒരു ബങ്കറിൽ എത്തുന്നു. അവിടെ നിന്ന് യുവതി ഒരു സത്യം മനസ്സിലാക്കുന്നു. പുറത്ത് ഒരു കെമിക്കൽ ഔട്ട്ബ്രേക്ക് കാരണം ലോകം നാശത്തിലേക്ക് പോവുകയാണെന്നും ഇവിടെ ഇരിക്കുകയാണ് സേഫ് എന്നും. എന്നാൽ എത്ര കാലം ഈ 3 പേർ ഇതിനുള്ളിൽ ഇരിക്കും? ഈ കെമിക്കൽ ഔട്ട്ബ്രേക്കിൻ്റെ കഥ സത്യമാണോ? അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ തീരുമാനിക്കുന്നു. എന്നാൽ അതത്ര എളുപ്പമല്ല. അവിടെ മുതൽ കഥ ഒരു സസ്പെൻസ് ത്രില്ലറായി മാറുന്നു. ചെറിയ സ്പേസിലാണെങ്കിലും സിനിമ നല്ല ത്രില്ലിംഗ് ആണ്. 7ാമത്തെ സിനിമയാണ് സോ. ഈ ലിസ്റ്റിലെ മലയാളികൾ ഏറ്റവും പരിചിതമായ സിനിമയാവും സോ. 2004 ഇറങ്ങിയ ഈ ചിത്രം ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലെടുത്ത് ഏറ്റവും ലാഭം നേടിയ സിനിമകളിലൊന്നാണ്. എങ്ങനെ എത്തിപ്പെട്ടു എന്നറിയാതെ ഒരു റൂമിൽ 2 അപരിചിതർ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണെന്നോ ആരാണത് ചെയ്തതെന്നോ അവർക്കറിയില്ല. മുറിയിലുള്ളത് ഒരു ശവവും ഒരു TV, തോക്ക്, അങ്ങനെ ചില വസ്തുക്കൾ. പല റൂൾസ് വെച്ചുള്ളൊരു ഗെയിമാണിതെന്ന് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ വിജയിക്കാൻ ഏത് അറ്റം വരെ പോകണമെന്ന് അവർക്കറിയില്ലായിരുന്നു. സോയുടെ വലിയ വിജയത്തിന് ശേഷം അതേ ഫ്രാഞ്ചൈസിയിൽ പിന്നെയും ഒരുപാട് സിനിമകൾ വന്നു. ഹൊറർ ത്രില്ലർ ജോൺറയിൽ പെടുന്ന ഈ സിനിമയിൽ കുറച്ച് വയലൻസ് കൂടുതലാണ്. എങ്കിലും ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ് സോ. 6ാമതുള്ളത് ദി ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബാണ്. 1985 ഈ ടീനേജ് ഡ്രാമ അമേരിക്കയിലെ ഏറ്റവും കൾട്ട് സ്റ്റാറ്റസ് ഉള്ള സിനിമകളിലൊന്നാണ്. സിനിമ കൂടുതലും നടക്കുന്നത് ഒരു സ്കൂളിലെ ലൈബ്രറിയിലാണ്. ഡിറ്റൻഷൻ എന്ന സ്കൂളിലെ ശിക്ഷാ രീതിയുടെ ഭാഗമായി 5 വിദ്യാർത്ഥികളെ സ്കൂളില്ലാത്ത ഒരു ദിവസം ലൈബ്രറിയിൽ എത്തുന്നു. പൊതുവെ കോമണായി ഒന്നുമില്ലെന്ന് തോന്നിപ്പിക്കുന്ന 5 പേർ. എന്നാൽ ആ ദിവസം അവരുടെ പിന്നീട് ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ദിവസമാകുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഡയലോഗിലൂടെ കഥ പറയുന്ന സിനിമ ടീനേജേഴ്സ് മനസ്സിലാക്കുന്ന ലോകത്തെയും അവരുടെ പ്രശ്നങ്ങളെയും നമുക്ക് കാണിച്ചിരുന്നു. എന്നും നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു സിനിമയാണ് ദി ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. ഡ്രാമ ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഫീൽ ഗുഡ് സിനിമയാണിത്. ഇഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ. 5ാമത്തെ സിനിമയാണ് ദ മാൻ ഫ്രം എർത്ത്. 2007 ഇറങ്ങിയ വളരെ ലോ ബഡ്ജറ്റിൽ ഒരുക്കി ഈ സിനിമ വൈകാതെ തന്നെ കൾട്ട് ക്ലാസിക്കായി മാറി. ഒരു കോളേജിലെ പ്രൊഫസർ സ്ഥലം മാറിപ്പോകുന്നതും അദ്ദേഹത്തെ അവസാനമായി കണ്ട് യാത്ര പറയാൻ വരുന്ന കൂടെ ജോലി ചെയ്യുന്ന മറ്റ് പ്രൊഫസർ അയാളുടെ വീട്ടിൽ ഒത്തുകൂടുന്നതാണ് കഥയുടെ തുടക്കം. ശേഷം നമ്മൾ കാണാൻ പോകുന്നത് സിനിമകളിൽ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു മാജിക്കാണ്. പൂർണ്ണമായും ഡയലോഗിൽ സഞ്ചരിക്കുന്ന സിനിമ എങ്ങനെ ഡയലോഗ് എഴുതണം എന്നതിൻ്റെ ഒരു പാഠപുസ്തകമാണ്. ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകൾ ഉണ്ടെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒറ്റ മുറിയിൽ വലിയ ടെക്നോളജിയോ അനിമേഷനോ ഗ്രാഫിക്സോ ഇല്ലാതെ ഡയലോഗിൽ മാത്രം എങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എടുക്കാം എന്ന ഐഡിയയാണ്. ഒറ്റ വാക്കിൽ ദ മാൻ ഫ്രം ദ എർത്ത് ഒരു മാസ്റ്റർ പീസാണ്. എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു സിനിമ. 4ാമത്തെ സിനിമ മാസ്റ്റർ ഓഫ് സസ്പെൻസ് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ റോപ്പാണ്. 1948 ഇറങ്ങിയ സിനിമ സിംഗിൾ ഷോട്ടിൽ ചിത്രീകരിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ്. 2 സുഹൃത്തുക്കൾ അവരുടെ മറ്റൊരു സുഹൃത്തിനെ കൊലപ്പെടുത്തി ശവം അവരുടെ മുറിയിൽ സൂക്ഷിക്കുന്നു. ശേഷം ആ കൂട്ടുകാരൻ്റെ അച്ഛനമ്മമാരെയും മറ്റു സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു വരുത്തി പാർട്ടി കൊടുക്കുന്നു. ലക്ഷ്യം ഒന്ന് മാത്രം, പെർഫെക്റ്റ് ക്രൈം ചെയ്യുക, തങ്ങളുടെ ബുദ്ധി തെളിയിക്കുക. ശവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ടേബിൾ അടങ്ങുന്ന മുറിയിലാണ് സിനിമ കൂടുതലും. എന്നാൽ അവരുടെ പ്ലാൻ സ്മൂത്തായി നടക്കുമോ അതോ പൊളിയുമോ? അതാണ് ഈ ഹിച്ച്കോക്ക് മാസ്റ്റർ പീസിൻ്റെ കഥ. ഒരു നിമിഷം പോലും ബോറടിക്കാത്ത സിനിമയാണിത്. പെർഫെക്റ്റ് ക്രൈം കാണിച്ച് ഞെട്ടിക്കുന്ന ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. 3ാമത്തെ സിനിമ ടൊറന്റിനോയുടെ ആദ്യ സിനിമ കൂടിയായ റിസർവോയർ ഡോഗ്സ്. 1992 ഇറങ്ങിയ ഈ ചിത്രം ഒരു റോബറിയുടെ കഥയാണ്. എന്നാൽ ഈ സിനിമയിൽ റോബറി കാണിക്കുന്നില്ല എന്നതാണ് രസകരം. നിറങ്ങളുടെ പേരുള്ള പരസ്പരം അറിയാത്ത 6 പേർ നടത്തുന്ന ഈ മോഷണം പ്രതീക്ഷിച്ച പോലെ പോകില്ല. ശേഷം ഒരു വെയർഹൗസിൽ ഒത്തുകൂടുകയും കൂട്ടത്തിൽ ഒരാൾ പോലീസാണെന്ന് അവർ സംശയിക്കുന്നു. അത് ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് കഥ. സിനിമയുടെ കൂടുതൽ ഭാഗവും ഈ വെയർഹൗസിൽ തന്നെയാണ് നടക്കുന്നത്. കുറഞ്ഞ ബഡ്ജറ്റ് ഒരുക്കിയ ഈ സിനിമ വലിയ വിജയമായിരുന്നു. ടൊറന്റിനോ സ്റ്റൈൽ എന്ന് നമ്മൾ വിളിക്കുന്ന വയലൻസും ചോരക്കളിയും ഒരുപാടുണ്ട് സിനിമയിൽ. പൾപ്പ് ഫിക്ഷന് ശേഷം ടൊറന്റിനോയുടെ ബെസ്റ്റ് സിനിമ എന്ന് പലരും വിശ്വസിക്കുന്ന ക്ലാസിക്കാണ് റിസർവോയർ ഡോഗ്സ്. 2ാമത്തെ സിനിമ റിയർ വിൻഡോ, മറ്റൊരു ഹിച്ച്കോക്ക് ക്ലാസിക്.
1954 ഇറങ്ങിയ ഈ ചിത്രം ആക്സിഡന്റിൽപ്പെട്ട് വീൽ ചെയറിലായ ഒരു ഫോട്ടോഗ്രാഫർ തൻ്റെ അയൽവാസികളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന കഥയാണ് പറയുന്നത്. ദുൽഖറിൻ്റെ കുള്ളൻ്റെ ഭാര്യ എന്ന സിനിമയിലും ഇതല്ലേ എന്ന് ചോദിച്ചാൽ അത് യാദൃശ്ചികമല്ല എന്ന് മാത്രം പറയാം. എന്നാൽ ഇതിലെ നായകൻ നോക്കുന്നത് അവിഹിതവും പരദൂഷണവുമല്ല, മറിച്ച് തൻ്റെ അയൽവാസി ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്നതാണ് അയാളുടെ സംശയം. ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? ചലിക്കാൻ കഴിയാത്ത അയാൾ അവിടെ ഇരുന്നു കൊണ്ട് നടത്തുന്ന അന്വേഷണമാണ് കഥ. ഒരു മുറിയിലാണ് കഥ നടക്കുന്നതെങ്കിലും മറ്റ് ഫ്ലാറ്റുകളുടെ സീനുകൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയി കാണിക്കുന്നുണ്ട്. ഒരു മസ്റ്റ് വാച്ച് ത്രില്ലറാണിത്. ഈ സിനിമയിൽ നിന്നും ഇൻസ്പയറായി വേറെയും സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഒന്നിനും റിയർ വിൻഡോയുടെ ലെവലിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഹിച്ച്കോക്കിൻ്റെ സസ്പെൻസ് നൽകാനുള്ള കഴിവ് കാണാൻ ഈ സിനിമ കണ്ടാൽ മതി. ഒന്നാം സ്ഥാനത്തുള്ള സിനിമ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ ബോണസ് സിനിമകൾ. പാനിക് റൂം. പുതിയ വീട്ടിലെ സേഫ് റൂമിൽ അകപ്പെടുന്ന അമ്മയും മകളും അവിടെ വരുന്ന കള്ളന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് കഥ. 1408. പ്രേതങ്ങൾ ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ താമസിച്ച് ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരാൾ ഒരു ഹോട്ടലിലെ 1408 എന്ന മുറിയിൽ അകപ്പെടുന്നതാണ് കഥ. ഐഡന്റിറ്റി. പെരുമഴയത്തൊരു ഹോട്ടലിൽ അകപ്പെടുന്ന 10 പേർ. അവർ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു. അതിൻ്റെ മിസ്റ്ററി കണ്ടെത്തുന്നതാണ് കഥ. സിനിമയിൽ കിളി പോകുന്ന ട്വിസ്റ്റുകളുണ്ട്. ദ ഹേറ്റ്ഫുൾ എയ്റ്റ്. കൊടും മഞ്ഞുവീഴ്ച കാരണം ഒരു സേഫ് ഹൗസിലെത്തുന്ന ബൗണ്ടി ഹണ്ടറും അയാളുടെ തടവുകാരിയും അവിടെ മറ്റു ചിലരെ കാണുന്നതും ശേഷം നടക്കുന്ന സംഭവങ്ങളുമാണ് ടൊറന്റിനോയുടെ സിവിൽ വാർ ബേസ് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ കഥ. ബറീഡ്. ഇറാഖിലെ തീവ്രവാദികൾ ശവപ്പെട്ടിയിൽ അടച്ച് കുഴിച്ചിട്ടിരിക്കുന്ന ഒരു അമേരിക്കൻ ട്രക്ക് ഡ്രൈവറുടെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ബറീഡിൻ്റെ കഥ. പൂർണ്ണമായും ഒരു ശവപ്പെട്ടിയിലാണ് സിനിമ. ഒന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് 12 ആംഗ്രി മെൻ. 1957 ഇറങ്ങിയ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നായാണ് അറിയപ്പെടുന്നത്. ഒരു പയ്യൻ തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ അവൻ കുറ്റവാളിയാണോ അതോ നിരപരാധിയാണോ എന്ന് 12 അംഗ ജൂറി തീരുമാനിക്കണം. 12 പേരിൽ 11 പേരും കുറ്റവാളി എന്ന് മുദ്രകുത്തിയപ്പോൾ ഒരാൾ മാത്രം അവൻ നിരപരാധിയാണെന്ന് വാദിച്ചു. അവിടെ തുടങ്ങുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദങ്ങൾ. എല്ലാവരും പൂർണ്ണമായി സമ്മതിച്ചൊരു തീരുമാനത്തിൽ എത്താതെ ആ മുറി വിട്ടു പോകാൻ കഴിയില്ല. ആ ഒരാൾക്ക് മറ്റ് 11 പേരെ പയ്യൻ നിരപരാധിയാണെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് സിനിമയുടെ കഥ. കൊലപാതക സീൻ കാണിക്കുന്നില്ലെങ്കിലും വാക്കുകളിലൂടെയുള്ള വിവരണം കൊണ്ട് തന്നെ നമുക്കത് കാണിച്ചു തരുന്ന വിധത്തിലാണ് ഈ സിനിമയുടെ ഡയലോഗ്. വളരെ വൈകാരികമായ രംഗങ്ങളുള്ള സിനിമ ഓരോ നിമിഷവും നമ്മളെ പിടിച്ചിരുത്തും. ഓരോ കഥാപാത്രം ഉന്നയിക്കുന്ന ആർഗ്യുമെൻറ്റ്സും അതിനുള്ള കൗണ്ടർ ആർഗ്യുമെൻറ്റ്സും എല്ലാം കണ്ടിരിക്കാൻ തന്നെ വളരെ ത്രില്ലിംഗ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് കരുതി ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഇവിടെ കളറിനൊരു പ്രസക്തിയുമില്ല, കഥയ്ക്കും ഡയലോഗിനും അഭിനയത്തിനും മാത്രം. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി കണ്ടിരിക്കേണ്ട സിനിമകളിലൊന്നാണ് 12 ആംഗ്രി മെൻ.